എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കനകയും ഗോവിന്ദനും കൂടി നന്ദുവിനെ കാണുവാണ്. ആകെ സങ്കടത്തിലാണ് കനക. അന്നേരം കനക ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇങ്ങനെ കാണിച്ചത്? അമ്മയും അച്ഛനെയും വിഷമിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ കാണിച്ചത്? നിനക്ക് അനിയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ അനിയെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ചെയ്തതല്ല. ഞാൻ മൂലം ഇനി അനിയുടെയും അനാമികയുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അവരുടെ വിവാഹം കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ മോൾ ഇതുപോലൊരു അബദ്ധം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, വിവാഹം കഴിഞ്ഞാലും എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചർച്ചയ്ക്ക് വരും, അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, കേട്ടോ മോളെ, ഞാൻ നിന്നെ ഉപദേശിക്കുന്നത് നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല എന്നൊക്കെ പറയുമ്പം നന്ദുവിന് സങ്കടമാകുന്നുണ്ട് കേട്ടോ. അന്നേരം ഗോവിന്ദൻ പറയും, ഒരിക്കലും അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ കർമ്മം ചെയ്യേണ്ട ഒരു ഗതികേട് മോൾ ഉണ്ടാക്കരുത് എന്ന് പറയും. അന്നേരം കനക പറയും, വേണ്ട ഗോവിന്ദട്ട, ഇനി അവളോട് അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞാൻ വഴക്കല്ലല്ലോ പറഞ്ഞത്, അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട്, അനിയുടെ വിവാഹം താലികെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന്? അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അതേ, താലികെട്ട് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന സമയത്താണ് നയനയോട് രാകേഷ് ഈ കാര്യമെന്ന് പറയുന്നത്. അവരിവിടെ വന്നായിരുന്നു, മോൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നറിഞ്ഞ് അവർ തിരിച്ചു വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും. അന്നേരം ചോദിക്കുന്നുണ്ട്, അനി ഹാപ്പിയാണോ എന്ന് നന്ദി ചോദിക്കുന്നുണ്ട്. അന്തിക്കും രണ്ടുപേർക്കും വിഷമോ, ഹാപ്പി അല്ലല്ലോ അനി, അത് പറയാനൊരു ബുദ്ധിമുട്ട്. എന്നിട്ട് പറയും, കുഴപ്പമൊന്നും ഇല്ല മോളെ എന്നിങ്ങനെ കനക പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അനി നല്ലൊരു കുട്ടിയല്ലേ, അവൻ്റെ സ്വഭാവം വെച്ച് അവൻ്റെ ജീവിതത്തിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഈശ്വരൻ അനുവദിക്കില്ലായിരിക്കും എന്ന് പറയുക ഗോവിന്ദൻ. പിന്നെ കാണിക്കുന്നത്, കല്യാണം കഴിഞ്ഞ അനിയും അനാമികയും ഒക്കെ അനന്തപുരിയിലേക്ക് പുറപ്പെടാനായിട്ട് നിൽക്കുവാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ജാനകിയാണല്ലോ കൈപിടിച്ച് കയറ്റേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ ആദ്യം അങ്ങ് പോവാട്ടോ, ഞാനും ജാനകിയും എന്ന് പറയും. അപ്പം മുത്തശ്ശി പറയും, നയന മോളെ കൂടെ കൂട്ടിക്കുമെന്ന്. അവരിങ്ങ് പോയി കഴിയുമ്പോഴേക്കും അനാമിക ഒരുപാട് സങ്കടത്തോടെ അമ്മയെ കെട്ടിപ്പിടിക്കുവാണ്. അന്നേക്കും അച്ഛൻ പറയും, അമ്മ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ മോളേന്ന്. അന്നേരം അമ്മ പറയുവാണ്, അവൾ സങ്കടപ്പെടുത്തിയില്ലെങ്കിലും എനിക്ക് സങ്കടമാവും, എൻ്റെ വലത് കൈ പോകുന്നത് പോലെയാണ് അവൾ പോയാലേ എന്ന് പറയുക. അന്നേരം ജലജ പറയും, അയ്യോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, രണ്ട് വീടും തമ്മിൽ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, എപ്പോൾ വേണമെങ്കിലും വരാലോ എന്ന് പറയും. ഏതായാലും ഇറങ്ങുവാന്ന് പറഞ്ഞാൽ എല്ലാവരും വണ്ടി കയറി അവിടെ നിന്ന് പോരും. അവരങ്ങ് പുറപ്പെട്ട് കഴിയുമ്പോഴേക്കും അനാമികയുടെ അച്ഛൻ വേണു അമ്മയോട് പറയുന്നുണ്ട്, ഏതായാലും വിവാഹം കഴിഞ്ഞ് കിട്ടി, ഇനി നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരിയാണ്. അനന്തപുരി വന്നതിന് ശേഷം നയനെ വിളക്കൊക്കെ കത്തിച്ചെടുക്കുക. അന്നേക്കും അങ്ങോട്ട് ജാനകി വരും. എന്നിട്ട് പറയുന്നുണ്ട്, നീ വിളക്കെടുക്കണ്ട, നീ വിളക്കെടുത്താൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് നയനയുടെ കയ്യിൽ നിന്ന് ആ വിളക്കെടുത്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് വരുവാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ദേവയാനിയും മുത്തശ്ശിയൊക്കെ നിൽപ്പുണ്ട്. അന്നേക്കും ദേവേനി പറയുന്നുണ്ട്, നീ ആട്ടോ വിളക്കെടുക്കണ്ടേന്ന് പറയുമ്പോൾ, ഏട്ടത്തി വേണേ വിളക്കെടുത്തോ എന്ന് പറയും. അന്നേരം ദേവേനി പറയും, ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ വിളക്കെടുക്കാൻ വേണ്ടി ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഒരിക്കൽ നിന്നതാണ്, പക്ഷേ അന്ന് ചതിക്കപ്പെട്ടു, അന്നത്തെ വിഷമം വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ജാനകി പറയുന്നുണ്ട്, അതുപോലുള്ള ചതികൾ ഇന്നലെയും നടന്നേനെ, ഈ വിവാഹം ശരിക്കും മുടങ്ങേണ്ടതായിരുന്നു എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അന്നേരം ദേവേനി ചോദിക്കും, നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താ സംഭവിച്ചത്? ഇന്നലെ എന്തോ സംഭവിച്ചു എന്ന് എനിക്കറിയാം, കുടിച്ചതിന് മാത്രമല്ല ആദർശ അനിയെ തല്ലിയത്, എന്താണ് എന്ന് നിങ്ങൾ പറയാതെ എനിക്കറിയത്തില്ലല്ലോ എന്നൊക്കെ പറയും. അന്നത്തേക്കും ഓൾറെഡി കേൾക്കൂട്ടോ അവർ തന്നെ. അന്നേരം ദേവേനി പറയുകയാണ്, ഓ ഈ വീടിൻ്റെ യഥാർത്ഥ മരുമകൾ വന്നു വിട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ എല്ലാവരും വന്ന് നിൽക്കുന്നു, നിലവിളക്കെടുത്ത് കൈ കൊടുക്കുന്നു. അന്നേരം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, മോളെ വിളക്കണയാതെ അകത്തേക്ക് വലതുകാൽ വെച്ച് കയറുക എന്ന് പറയും. അങ്ങനെ വലതുകാൽ വെച്ച് അനാമിക വീട്ടിലേക്ക് കയറുവാണ്. ഏതായാലും അനാമിക ഇങ്ങോട്ട് അകത്തോട്ട് കയറി പോയതിന് ശേഷം ദേവേനി പറയുന്നുണ്ട്, കണ്ടോ ഈ വീടിൻ്റെ യഥാർത്ഥ മരുമകൾ ഈ വീട്ടിൽ വന്നപ്പം വീടിനൊരു പ്രകാശം വെച്ച പോലെ തോന്നുന്നത് കണ്ടോ, ഇതിനു മുമ്പ് രണ്ടെണ്ണം ഈ വീട്ടിലോട്ട് കയറി വന്നപ്പം വീടിന് ഇരുട്ടായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജലജയെ. അന്നേരം അവിടെ നിന്ന് ജയം പറയും, നിങ്ങൾ എന്തിനീ ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നത്, അതൊന്ന് നിർത്തിക്കൂടെയെന്ന് ചോദിക്കും. അന്നേരം ജാനകി പറയുവാണ്, ഉള്ള കാര്യമല്ലേ പറയുന്നത്, അതിൻ്റെ അകത്ത് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, ഇവിടുത്തെ മുത്തശ്ശൻ ആശുപത്രിയിലാണ് എന്ന് കരുതി ഇത് നാഥനില്ലാത്ത വീടൊന്നുമില്ല, അതുകൊണ്ട് ആവശ്യമില്ലാത്ത സംസാരം സംസാരിക്കാതെ എല്ലാവരും അകത്തേക്ക് കയറി പോകാൻ നോക്കുക എന്ന് പറയും. അന്നേരം ദേവേനയുടെ വായിന്ന് ആ വില കുറഞ്ഞ കുറേ സംസാരങ്ങളാണ് വരുന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ ഏത് രീതിയിലാണ് ഈ വീട്ടിലോട്ട് കയറി വന്നതെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അതുകൊണ്ട് ഈ കുടുംബത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും. അദ്ദേഹം ജലജ പറയുവാണ്, കണ്ടോ സപ്പോർട്ടിന് ആൾക്കാർ
വന്നിട്ടുണ്ട് കേട്ടോ ഏട്ടത്തി എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട് അവനിയുടെ ആയിട്ട് ഇച്ചിരി സപ്പോർട്ട് കൂടുതലാണ് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശൻ ആശുപത്രിയിലാണ്, പക്ഷേ ഐസിയുലേക്ക് കയറ്റുന്നതിന് മുമ്പും മുത്തശ്ശൻ എന്നോട് പറഞ്ഞത് നയനയുടെ കാര്യമാണ്, ആ കാര്യമൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്ന് പറയും. അന്നേരം ജയം പറയുന്നുണ്ട് എന്തിനാ മോനെ നീ പറയാതിരിക്കുന്നത്, അച്ഛൻ പറഞ്ഞത് ഇനി അച്ഛൻ്റെ കാലശേഷം ഈ കുടുംബം നയിക്കേണ്ടത് ആദർശം നയനയും കൂടിയാണ് എന്ന് തന്നെയാണ്. അത് ഇവിടെ പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ്റെ വാക്കുകൾ അനുസരിക്കുന്ന ആൺമക്കളാണ് ഈ കുടുംബത്തിനുള്ളത് എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അനുസരിക്കാത്ത ഞങ്ങളൊക്കെ ഇവിടുന്ന് മാറിത്തരണം എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ജയം പറയുന്നുണ്ട് മാറിത്തരണം എന്നല്ല, ഈ കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നവർ മാറി നിൽക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്തേക്കും ജലജ പറയുന്നുണ്ട് കണ്ടോ ഇവിടെ ഒരുത്തിന് പെട്ടെന്ന് പൊള്ളും ഭാര്യയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവനെ പറഞ്ഞ് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയും. അന്നേരം അങ്ങനെ തന്നെയാണോടോ അതിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുവാണ് ദേവയാനി. അന്നേരം ആദർശ് പറയും അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ഭാര്യയെ സ്നേഹിക്കണമെന്നൊന്നും എനിക്കില്ല, പക്ഷേ അമ്മയോടൊപ്പം തന്നെ ഭാര്യയ്ക്കും ഒരു ഭർത്താവിൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ട്, അത് അമ്മമാർ മറന്നു പോകാതിരുന്നാൽ നല്ലതാണ് എന്ന് ആദർശ് പറയും. അന്തേക്കും അതൊക്കെ കേട്ട് കഴിയുന്നെങ്കിൽ ചിരിച്ചുകൊണ്ട് ബാക്കി ജയനും അവരെല്ലാവരും അകത്തോട്ട് കയറി പോകാട്ടോ. അന്നേരം ദേവയാനോട് ജലജ പറയുന്നുണ്ട് കണ്ടോ പുതിയ മരുമകൾ വന്നതിന് മുമ്പ് ഏട്ടത്തിയുടെ മോനെ നല്ല രീതിയിൽ അവൾ പിരികേറ്റി വിട്ടിട്ടുണ്ട്, ഇനി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്ന് പറഞ്ഞ് ജലജ അകത്തോട്ട് പോകുമ്പം ദേവയാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്ന അനാമിക വിളക്ക് കൊണ്ട് പൂജാമുറി വെച്ചു പ്രാർത്ഥിക്കുവാണ്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഈശ്വര ഞാൻ ഈ കുടുംബത്തിൻ്റെ അകത്തേക്ക് കയറി ഇനി എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛൻ്റെ കടങ്ങളെല്ലാം എനിക്ക് വീട്ടാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അനാമിക പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ മൈൻഡ് ചെയ്യാതെ അനി പുറത്തേക്ക് ഇറങ്ങി പോകും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായന പാലും പഴമൊക്കെ കൊടുക്കണല്ലോ, ആ ചടങ്ങിന് വേണ്ടി അത് പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ അങ്ങോട്ട് ജാനകി വരും. എന്നിട്ട് പറയുന്നുണ്ട് ഇതൊന്നും നീ ചെയ്യേണ്ട, എൻ്റെ മരുമോൾക്ക് വേണ്ടിയുള്ള പാലൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, നീയൊക്കെ ഇതിനകത്ത് വിഷം ചേർക്കില്ല എന്ന് ആര് കണ്ടു, നിന്നെയൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായതാണ് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ ചെയ്യേണ്ടായിരുന്നെങ്കിൽ അത് ഇളയമ്മയ്ക്ക് നേരത്തെ പറയാമായിരുന്നല്ലോ, പിന്നെ എന്നെ ശരിക്കും മനസ്സിലാക്കി എന്ന് പറയുന്നത് ചുമ്മയോ, ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. കാരണം ഞാൻ നന്നായിട്ടൊന്ന് മനസ്സറിഞ്ഞ് വിചാരിച്ചായിരുന്നെങ്കിൽ ഈ വിവാഹം ഇന്ന് നടക്കില്ലായിരുന്നു, അത് മനസ്സിൽ ഓർത്ത് വെക്കുന്നത് നല്ലതാട്ടോ ഇളയമ്മ എന്ന് പറഞ്ഞിട്ടാണ് നയനെ അങ്ങോട്ട് പോകുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകണു. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്ക് സീരിയൽ കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ കാണിക്കുന്നത് പാലും പഴമൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയേക്കുവാണല്ലോ ജാനകി. ഈ സമയം ദേവേനെ അടുത്തിരുന്ന് പുകഴ്ത്തിക്കൊണ്ടിരിക്കുവാണ് അനാമിക. അയ്യോ മോൾക്ക് ഭയങ്കര സങ്കടമാണ്, ഒരു മോളല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കുമല്ലേ, അവർക്കും സങ്കടമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുക ഇങ്ങനെയാ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ വേറെ വീട്ടിലേക്ക് മാറി നിൽക്കുമ്പോൾ അവർക്ക് സങ്കടമൊക്കെ വരും. ഇവിടെ കുറേ പേര് മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു, എന്നിട്ട് പുറത്ത് സങ്കടം അഭിനയിച്ചുകൊണ്ട് നടക്കുമായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം ജലജ പറയുന്നുണ്ട് അല്ലാതെ ഇങ്ങോട്ട് വിവാഹം കഴിഞ്ഞ് വന്നപ്പം ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു, ഒന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് എന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇതിപ്പോൾ ഏത് രീതിയിൽ ഇങ്ങോട്ട് അവർ കയറി വന്നാലും ഈ കുടുംബത്തിന് അതുകൊണ്ട് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. നയനമോള് ഈ വീടിൻ്റെ വിളക്കാണ്, അതുകൊണ്ട് നയനമോളെ കണ്ടാണ് ഇനി മോളെ എല്ലാം പഠിക്കേണ്ടത് എന്ന് അനാമികയോട് മുത്തശ്ശി പറയും. അന്നേക്കും അത് ദേവേനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്നേരം ദേവേനി പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊക്കെ പറയും, ഇങ്ങനെ കളത്തരം കാണിക്കുന്നവരുടെ കാര്യങ്ങളൊന്നും കണ്ടു പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കേട്ട് അടുത്തിരിപ്പുണ്ട് അനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അതിലേറെ ദേഷ്യവും ഇറിറ്റേഷനും വരുന്നുണ്ട് ആദർശ്. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള സംസാരം നിൽക്കൊന്ന് നിർത്താറായില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭാര്യ മുഖം മറച്ചാണ് ഈ വീട്ടിലോട്ട് കയറി വന്നെങ്കിൽ അത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, അത് മറന്നുകൊണ്ട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് ആദർശം പറയുന്നുണ്ട്. അങ്ങനെ ഏതായാലും പാലും പഴമായിട്ട് ജാനകി വരുന്നു. ആ ചടങ്ങ് നടക്കുന്നു. അതിനുശേഷം അനിയയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുമോ. അപ്പോൾ ഫോൺ എടുത്തിട്ട് ആണോ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അനിയ എഴുന്നേക്കുക. എന്നിട്ട് പറയും അതെ എനിക്കൊന്ന് പുറത്ത് പോകണം എന്ന് പറയും. എന്നിട്ട് ജാനകി ചോദിക്കും ഈ സമയത്തോന്ന്. അന്നേരം അനി ചോദിക്കുന്നുണ്ട് അതെന്താ ഈ സമയത്തിന് പ്രത്യേകത, ഞാനൊന്ന് പോയിട്ട് വരാം, എൻ്റെ കൂട്ടുകാരെല്ലാം ഹോട്ടലിലുണ്ട്, അവരെല്ലാവരെയും ഒന്ന് പറഞ്ഞു വിടുകയൊക്കെ ചെയ്യണം, ഞാൻ ഒന്ന് പോയിട്ട് വരാം എന്ന് പറയും. അപ്പോൾ ജാനകി പറയുന്നുണ്ട് എങ്കിൽ നീ ആദർശനെയും കൂട്ടി പോകുന്നു. അന്നേരം അനി ചോദിക്കുക ആദർശേട്ടനെ കൂട്ടി പോകാൻ ഞാൻ ഇന്ന് കൊച്ചു കുട്ടി വല്ലതും ആണോ എന്ന്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതെ അവനൊരു കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ, ഇപ്പം കല്യാണം കഴിഞ്ഞു ഒരു ഭർത്താവാണ്, അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോകും. പോയി കഴിയുമ്പോഴേക്കും ദേവേനി പറയുവാണ് മോളെ അവനൊരു കൊച്ചു കുട്ടിയുടെ സ്വഭാവമാണ്, ഇനി മോളാണ് അവന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി മാറ്റിയെടുക്കേണ്ടത് എന്ന് പറയും ദേവേനി. അന്നേരത്തേക്കും അനാമിക പറയുവാണ് ഇത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അനി അങ്ങനെ തീരെ കൊച്ചു കുട്ടിയൊന്നുമല്ല, ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ഇപ്പം വെള്ളം അടിക്കുന്നത്
ചെയ്തത് തെറ്റൊന്നുമല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല. അനി ഇന്നലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കമ്പനി കൂടി എന്ന് കരുതി ആദർശേട്ടന് ഇന്നലെ അനിയുടെ മുഖത്ത് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അടിച്ചതല്ല തട്ടിയതാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും അതല്ലാന്ന് എനിക്കറിയാമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്. ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങളും ഞാൻ അറിഞ്ഞതുമാണ് എന്ന് അനാമിക പറയുക കേട്ടോ. നേരെ അവിടെ നിന്ന് ജലജ മനസ്സിലോർക്കുക, ഈശ്വര ഞാനാണ് ഇവളോട് ഇതെല്ലാം പറഞ്ഞതെന്ന് എല്ലാവരും അറിയോ എന്ന് ജലജ മനസ്സിലോർക്കുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ ഇന്നലെ ചെയ്തത് തെറ്റാണ്, ഏതായാലും അതിന് ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. ഇപ്പം പറഞ്ഞല്ലോ അവൻ ഒരു ഭർത്താവാണ്, മുതിർന്ന ആളാണ് എന്ന്. ഇനി അവൻ ഒരു ഭർത്താവാണ് എന്ന കാര്യം മനസ്സിൽ വെച്ച് മാത്രമേ ഞാൻ ഇനി അവനോട് പെരുമാറുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോവുകയാണ്. അന്നേരം ദേവേനെ പറയുക, എൻ്റെ പൊന്നു മോൾ ഇങ്ങോട്ട് വന്നതുപോലെയൊന്നുമല്ല വേറെ 2 സാധനങ്ങൾ ഈ വീട്ടിലോട്ട് വന്നത്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇനി മോളാണ് ഈ കുടുംബം നയിക്കേണ്ടത് എന്നൊക്കെ ദേവേനി പറയുവാണ്. അന്നേരം മുത്തശ്ശിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ആകെ സങ്കടമാകുന്നുണ്ട്. മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി, അനാമിക അത്ര ചെറിയ സാധനമൊന്നും അല്ല, അല്ലെങ്കിൽ ആദർശിനോട് അങ്ങനെ പറയും, ആദർശിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുമൊന്നും ഇല്ലല്ലോ. ഏതായാലും ഇത്രയൊക്കെ കേട്ടതിന് ശേഷം എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിൻ്റെ കൂടും കുടുക്കി അടിച്ചുകൊണ്ട് പോകണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.